ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു മിനി ട്രിപ്പാണ് കേട്ടോ. മിനി ട്രിപ്പ് എന്ന് പറയുന്നത് വൺ ഓഫ് മൈ ഡ്രീം ട്രിപ്പ് തന്നെയാണ്. ഞാൻ കുറേ കാലമായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇതുവരെയായിട്ടും പോകാൻ അവസരം കിട്ടാത്തൊരു ട്രിപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വേറൊരു ആളുടെ ഒപ്പം ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റിയത് കൃഷ്ണവേൻ്റെ ഒപ്പമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ട്രിപ്പ് പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോടിക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. 7:45 ട്രെയിൻ എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ 7:30 എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ എത്തുമ്പോൾ 8:30 8:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വേണം ജനറൽ ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കയറിയ സമയത്ത് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇരിക്കാനായിട്ട് സീറ്റില്ലെങ്കിലും നമുക്ക് നിൽക്കാൻ വലിയ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. റഷ്യൻ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അത്രയും റഷും കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന സമയത്ത് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനും പറ്റിയിട്ടില്ല. കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിട്ടോ. എൻ്റെ സീറ്റ് ഇതിൽ കടം തന്നിട്ടുള്ള ഒരു സീറ്റാണ്. അതായത് ഒരാളെ എനിക്ക് ഈ സീറ്റ് തന്നിട്ട് അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ എണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ സീറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. കാരണം എൻ്റെ മൈൻഡിൽ 2 പ്ലേസ് ആണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി കൃഷ്ണൻ്റെ ചെറിയൊരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ എന്നാലും എൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കറങ്ങൽ തന്നെയായിരുന്നു. അപ്പം അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബീച്ച് സൈഡിൽ കണ്ടു പോണത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 2 പ്ലേസാണ് ഞാൻ ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഒന്ന് കോഴിക്കോട് ബീച്ച് തന്നെയാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ മിഠായിത്തെരുവ്. ഈ 2 പ്ലേസാണ് കേട്ടോ എൻ്റെ മൈൻഡിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് വ്ളോഗറിൻ്റെ വ്ളോഗിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു പ്ലേസാണ് കേട്ടോ കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരണം എന്ന് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കോഴിക്കോട് ബീച്ചിലെത്തിയപ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് പത്തിരിയും ചിക്കൻ കറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഒരു ബീച്ച് സൈഡിൽ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഭയങ്കര ഒരു സുഖമുള്ള ഒരു അനുഭവമായിരുന്നു കേട്ടോ ഇത്. പിന്നെ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ വലിയ തിക്കും തിരക്കും ബഹളങ്ങളും പിന്നെ സൂര്യൻ്റെ വെയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര കാമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച ശേഷം ഞാൻ ബീച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സമയമുള്ളൂ കേട്ടോ. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച പ്ലേസിലൊക്കെ പോയി കാണണം, കുറച്ച് പർച്ചേസ് ചെയ്യണം, ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ പ്ലാനിങ് ഉണ്ടായിരുന്നത്. ഞാൻ ഇതുവരെ കഴിക്കാത്ത വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഞാൻ ഇവിടെ നിന്ന് കഴിച്ചു കേട്ടോ. ഇവിടുത്തെ ഫുഡുകൾ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പം നമ്മൾ മെയിനായിട്ട് കോഴിക്കോടേക്ക് വരണം തന്നെ കോഴിക്കോടുകാരുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. നമുക്കാണെങ്കിൽ തിരിച്ച് 4:30 ആകുമ്പോഴത്തേനും പോകണം. അപ്പോഴാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് ഞാൻ കഴിച്ച ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. കാരണം അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ മോഡിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് വേറെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ കൃഷ്ണവേണി ഇപ്പോൾ ഉള്ളത് മിഠായിത്തെരുവിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കൃഷ്ണവേണിൻ്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം അവൾ മാഹി എന്നാണ് വരുന്നത്, ലച്ചു എന്നാണ് പേര്. അപ്പം ലച്ചുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലച്ചു ഓൾറെഡി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അവൾ ഇങ്ങോട്ട് വരണ ഒരു ടൈമേ വേണ്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ ചെറുതായിട്ട് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലച്ചു എത്തിയിട്ടുണ്ട്. ലച്ചു എത്തിയ ശേഷമാണ് നമ്മൾ മിഠായിത്തെരുവിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ലച്ചുവിനാണെങ്കിൽ ഒരുപാട് ഇവിടുത്തെ ഷോപ്പുകളും ഇവിടുത്തെ ഓഫറുള്ള ഷോപ്പുകൾ അങ്ങനെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതാണ് കേട്ടോ ലച്ചു. അപ്പം ലച്ചു ഇതാ ഞങ്ങളായിട്ട് ഓരോരോ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. ആക്ച്വലി എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന മിഠായിത്തെരുവ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ കാണുന്ന ഒരു വ്യൂ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉള്ളിലോട്ടൊന്നും അധികമൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നടന്ന് ഒരു വഴിയായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ഫുട്വെയറിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഇവിടെ റേറ്റ് കുറവുള്ളതായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ. അത്യാവശ്യം ഫുട്വെയറിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇനിയും ഞാൻ കയറിയ ഷോപ്പിൻ്റെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല. ഞങ്ങൾ കയറിയിടത്തൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം റഹ്മത്തിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പോൾ നമുക്ക് സീറ്റൊക്കെ നല്ല ലേറ്റായിട്ട് കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി. അങ്ങനെ ബീഫ് ഫ്രൈ ബിരിയാണിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റി ബിരിയാണിയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗോകുലം മോളിലേക്കാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള മോള് ഇതായിരുന്നു. പിന്നെ നമുക്ക് അധികം ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മോളിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ വന്ന സമയത്ത് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഫുഡ് ഐറ്റംസ്. ശേഷം നമ്മൾ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫലൂഡ ഷോപ്പിൽ കയറി ഫലൂഡ അടിച്ചു. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ് കേട്ടോ. തിരക്കും ബഹളം കാരണം കൂടുതൽ വീഡിയോസ് ഒന്നും അതിനുശേഷം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. ടാറ്റാ, ടേക്ക് കെയർ.